പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ദിവസങ്ങളൊക്കെ വർഷങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നല്ലേ. 2022, 23, 24, 25, 26 വർഷങ്ങളൊക്കെ സോ ഫാസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ പോകുന്നത്. ഞാനിപ്പോഴും ഓർക്കുകയാണ് സഹോദരങ്ങളെ, 10ാം ക്ലാസ് കഴിഞ്ഞ് മൈനസ് സെമിനാരിയിലേക്ക് പോയത് ഇപ്പോഴും പച്ചക്കിടാതെ ശരിക്കും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു എത്ര പെട്ടെന്ന വർഷങ്ങൾ. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ ദേശം ഇതല്ല എന്ന് വചനം നമ്മെ കൂടെ ഓർമ്മിപ്പിക്കുന്നത്. എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണ്. ശരിയായ വീട് എൻ്റെ അപ്പുറത്താണ്. എൻ്റെ ജീവിത പങ്കാളി, മക്കൾ, പ്രിയപ്പെട്ടവരെ എല്ലാം വിട്ട് ഞാൻ ഒരു നാൾ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് അതിനുള്ള ഒരു ഒരുക്കം എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം നടക്കുന്നുണ്ട് എന്ന് ആത്മശോധന ചെയ്യുമ്പോൾ ചെറിയൊരു ഭയവും വിറയലൊക്കെ ഉണ്ടെന്നുള്ളത് വാസ്തവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് നെഹെമിയ 9:3 ഈ ഒരു കാഴ്ചപ്പാട് കിട്ടിയ ഒരു ദൈവജനത്തിൻ്റെ റീഡിംഗ് ആണ് കേട്ടോ അത്. അതായത് സ്വർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. നമ്മൾ ലോകത്തിൻ്റെതായ രീതിയിൽ നോക്കിക്കഴിഞ്ഞത് മണ്ടത്തരനെ പറയുള്ളൂ. സ്വർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് കിട്ടിയ മനുഷ്യരുടെ പ്രത്യേകതയാണ്. കൂടാതെ ദിവസത്തിൻ്റെ കാൽഭാഗം തങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നിയമഗ്രന്ഥം എഴുന്നേറ്റ് നിന്ന് വായിക്കാനും കാൽഭാഗം തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവിടുത്തെ ആരാധിക്കാനും ചെലവഴിച്ചു. അതായത് ദൈവവചനത്തോട് സ്നേഹം, അതുപോലെ തന്നെ നമ്മളുടെ അയോഗ്യതയെക്കുറിച്ചിട്ടുള്ള തിരിച്ചറിവ്. ഇത് രണ്ടും പ്രിയ സഹോദരങ്ങളെ, ഇത് രണ്ടും നഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതം, അത് സ്വർഗത്തെക്കുറിച്ചുള്ള ബോധ്യം കംപ്ലീറ്റ് പിശാച് അവൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു മാറ്റി. ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ വേദനയാണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ബോധ്യം. അതുകൊണ്ട് തന്നെ ആത്മീയതയെ നമുക്ക് സ്വർഗോന്മുഖമായി കാണാൻ പറ്റുന്നില്ല. നമ്മൾ പലപ്പോഴും രോഗങ്ങൾ മാറാൻ അല്ലെങ്കിൽ എന്തെങ്കിലും തക്കടമുണ്ട പരിപാടികൾക്ക് ഈ ലോകത്തിൻ്റെതായ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്നല്ലാതെ മരണത്തിനപ്പുറത്തൊരു ജീവിതത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട്, ലക്ഷ്യം കണ്ടുകൊണ്ട് ജീവിക്കാനായിട്ടുള്ള ഒരു ക്ഷണമാണ് തിരുവചന ഭാഗം നമുക്ക് തരുന്നത്. ഈശോ നമുക്ക് എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇത്തരത്തിൽ സ്വർഗോന്മുഖരായി ജീവിക്കാൻ വേണ്ട കൃപ സ്വർഗം നമുക്ക് നൽകട്ടെ. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഇത് പറയുന്ന എന്നെയും കേൾക്കുന്ന ഓരോ ദാസരെയും അങ്ങ് ആശീർവദിക്കണമേ. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.